ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നാം പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അഥവാ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൂടെ നാം പഠിച്ചുകൊണ്ടിരുന്നത് പ്രസന്റ് ടെൻസുകളെ കുറിച്ചായിരുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തുടങ്ങിയിട്ടുള്ള പ്രസന്റ് ടെൻസുകളെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അത് തൽക്കാലം കഴിഞ്ഞു. ഇനി പാസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. പാസ്റ്റിലെ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സെന്റൻസ് ഈസ് അസർട്ടീവ് സെന്റൻസ്, പോസിറ്റീവ് സെന്റൻസസ്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് പാസ്റ്റ് ടെൻസ് എന്നൊരു ക്വിക്ക് ഡെഫിനിഷനിലൂടെ നമുക്ക് തുടങ്ങാം. നോക്കൂ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലത്ത്, പാസ്റ്റ് ടെൻസിൽ അഥവാ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞുപോയ ഒരു പ്രവർത്തനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതുമാണ് ഇനി നാം പറയാൻ പോകുന്നത്. നോക്കൂ, നിങ്ങൾ അതിൻ്റെ ഫോർമുലയാണ് ശേഷം പറയുന്നത്. ആദ്യം നമുക്ക് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ സിംഗുലർ ആവട്ടെ, പ്ലൂറൽ ആവട്ടെ, ഒരാളാവട്ടെ, ഒന്നിൽ കൂടുതൽ ആൾ ആവട്ടെ, ഇവിടെ സബ്ജക്റ്റ് ഏതു സിംഗുലർ ആവട്ടെ, പ്ലൂറൽ ആവട്ടെ, നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതിന് ശേഷം അതിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതിനുശേഷം നോക്കൂ, സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് ആണ് ഉപയോഗിക്കേണ്ടത്. സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് അഥവാ അതിന് കുറച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം ആൻഡ് തേർഡ് ഫോം ഓഫ് ദ വേർബ്. ഇതിനെക്കുറിച്ച് നേരത്തെ നാം സൂചിപ്പിച്ചിരുന്നു. ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഗോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ്. അതിന്റെ സെക്കൻഡ് ഫോം വെന്റ് എന്നുള്ളതാണ്. തേർഡ് ഫോം ഗോൺ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ സബ്ജക്റ്റ് ഏതാവട്ടെ, സിംഗുലർ ആവട്ടെ, പ്ലൂറൽ ആവട്ടെ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പറഞ്ഞതിന് ശേഷം വെന്റ് എന്നുള്ള സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് ഇവിടെ പറയുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് എന്നുള്ളത് ഓപ്ഷണൽ ആണ്, അതുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. ഓക്കെ, നോക്കാം നമുക്ക് ഉദാഹരണങ്ങൾ. ഹി ബോട്ട് എ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ. ഹി എന്നുള്ളതാണ്, നോക്കൂ, ഇവിടെ സബ്ജക്റ്റ് അവൻ എന്നുള്ളതാണ്. ഈ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് എന്താ ഇവിടെ? ബോട്ട് എന്നുള്ളതാണ്. അഥവാ അതിന്റെ ഫസ്റ്റ് ഫോം ബൈ, BUY, ബൈ എന്നുള്ളതാണ്. അതിന്റെ സെക്കൻഡ് ഫോം ആണ് ബോട്ട് എന്നുള്ളത്, ഒരു സാധനം വാങ്ങുക. ഓക്കെ, ഹി ബോട്ട് എ മൊബൈൽ ഫോൺ, അവൻ്റെ ഒരു മൊബൈൽ ഫോൺ വാങ്ങി യെസ്റ്റർഡേ. ഇവിടെ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതെന്തിനാണ് എന്നുള്ളത് ശേഷം ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് കടക്കാം. ഷീ റോട്ട് എ ലെറ്റർ ദിസ് മോർണിംഗ്. അവൾ ഇന്ന് രാവിലെ ഒരു കത്തെഴുതി. ഈ രണ്ടാമത്തെ ഉദാഹരണത്തിലും സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്ലൂറലും ആക്കാവുന്നതാണ്. ശേഷം പ്ലൂറൽ ആക്കിയത് കൊണ്ടോ സിംഗുലർ ആക്കിയത് കൊണ്ടോ ശേഷം ബാക്കി മാറാനൊന്നും പോകുന്നില്ല. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ. ഓക്കെ, ഷീ റോട്ട് എ ലെറ്റർ ദിസ് മോർണിംഗ്. റോട്ട് എന്നുള്ളതാണ് സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ്. അതിന്റെ ഫസ്റ്റ് ഫോം റൈറ്റ് എന്നുള്ളതാണ്. Okay, write wrote a letter this morning. So here we need to understand, we have to keep in our mind most important thing, which is most of the people are making the same mistake. I mean, instead of using this morning, most of the people are using today morning, which is a small mistake. We have to keep in our mind. Instead we should use this morning. Okay, അപ്പോൾ കൂടുതൽ ആളുകളും ഇന്ന് രാവിലെ എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ടുഡേ മോർണിംഗ് എന്നാണ് പറയുന്നതായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം ദിസ് മോർണിംഗ് എന്നാണ് നാം ഉപയോഗിക്കേണ്ടത് എന്നത് ഡു റിമെമ്പർ. ഓക്കെ, ഇത്രയാണ് അസർട്ടീവ് സെന്റൻസുകളെ കുറിച്ച്, സിമ്പിൾ പാസ്റ്റിന്റെ അസർട്ടീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സെന്റൻസുകളെ കുറിച്ച് പറയാനുള്ളത്. അതിന്റെ ഫോർമുല ഇതാണ്. ആ ഫോർമുല അനുസരിച്ച് ഉണ്ടാക്കിയ ഉദാഹരണങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേവലം 2 ഉദാഹരണങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഉദാഹരണങ്ങൾ തത്തുല്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് സെഷൻ, വിച്ച് ഈസ് നെഗറ്റീവ്. നോക്കൂ, സിമ്പിൾ പാസ്റ്റ് നെഗറ്റീവ് ആണ് രണ്ടാമത്തെ സെക്ഷൻ. എന്താണ് നെഗറ്റീവ്, അതിന്റെ ഫോർമുല എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ഉദാഹരണത്തിലേക്ക് കിടക്കാം. നോക്കൂ, ആസ് യൂഷ്വൽ വി ആർ യൂസിങ് subject at first. Next we are adding did not after the subject. Then we are using first form of the verb.
not second form of the verb. Okay, this is negative. That's why just before I told you that in assertive area, only in assertive area where we are using second form of the verb directly. Here we are not using second form of the verb, but instead we are using first form of the verb plus some symbols or signs of second past tense. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു, പിന്നെ ഡിഡ് നോട്ട് ആണ് ഉപയോഗിക്കുന്നത് നെഗറ്റീവ് കിട്ടാൻ വേണ്ടി, പിന്നെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ് ഉപയോഗിക്കുന്നത്. അഥവാ അസേർട്ടീവ് സെന്റൻസിൽ മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് വെന്റ്, റോഡ്, കെയിം ഇതുപോലത്തെ ബോട്ട് ഇതുപോലത്തെ സെക്കൻഡ് ഫോം ഓഫ് ദ ഡയറക്റ്റ് ആയിട്ട് അസേർട്ടീവ് സെന്റൻസിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് നെഗറ്റീവ് ഏരിയയാണ്, നെഗറ്റീവ് സെന്റൻസുകളാണ്. ആ സെന്റൻസുകളിൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബും അതിന്റെ പാസ്റ്റ് ടെൻസിന്റെ ചില സിംബൽസുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഡിഡ് നോട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ സിംബൽ. ഓക്കെ, പാസ്റ്റ് ആണെന്ന് അറിയിക്കാനുള്ള സിംബൽസ്. നോക്കാം അടുത്തത്. നോക്കൂ നിങ്ങൾ എക്സാമ്പിൾസ്. ഹി ഡിഡ് നോട്ട് ബൈ എ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ടില്ല. നോക്കൂ, ഹി എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഡിഡ് നോട്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. സബ്ജക്റ്റ് സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ ഡിഡ് നോട്ട് തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആയിട്ടുള്ള ബൈ എന്നുള്ളതാണ് ആഡ് ചെയ്തത്. ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ത് ഉപയോഗിക്കാം, ഇവിടെ ഞാൻ എടുത്തത് ബൈ എന്നുള്ളതാണ്. അപ്പോൾ ഹി ഡിഡ് നോട്ട് ബൈ എ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ. രണ്ടാമത്തെ ഉദാഹരണം, ഷീ ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ ദിസ് മോർണിംഗ്. ഓക്കെ, അവൾ ഇന്നൊരു കത്ത് എഴുതിയിട്ടില്ല, ഇന്ന് രാവിലെ ഒരു കത്ത് അവൾ എഴുതിയിട്ടില്ല. അസർട്ടീവിൽ പറഞ്ഞ അതേ ഉദാഹരണത്തെ നെഗറ്റീവ് ആക്കിയതാണ് ഇവിടെ. ഓക്കെ, ഈ നെഗറ്റീവ് ഏരിയയിലും ഇത്ര തന്നെ പറയാനുള്ളൂ. ഇവിടെയും നമുക്ക് എന്താക്കാം, ഈ ഫോർമുല അനുസരിച്ച് വ്യത്യസ്ത ഉദാഹരണങ്ങൾ ഉദാഹരിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഇൻ ടു ദ തേർഡ് സെഷൻ ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, which is yes or no questions. നോക്കൂ, സിമ്പിൾ പാസ്റ്റ് yes or no questions എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആഡ് ഡിഡ് ബിഫോർ ദ സബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ മുമ്പ് നാം പറഞ്ഞല്ലോ, സബ്ജക്റ്റ് ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാണ് സബ്ജക്റ്റ് എന്താ പറയുക. ആ സബ്ജക്റ്റിന്റെ മുമ്പ് ഈ ഡിഡ് എന്നത് ആഡ് ചെയ്താൽ ഒബ്വിയസ്ലി വി ഗെറ്റ് yes or no questions. അതിന്റെ ഒരു ഫോർമുല ഇവിടെ നമുക്ക് സൂചിപ്പിക്കാം. നോക്കൂ, ആദ്യം നാം ഡിഡ് ആഡ് ചെയ്യുന്നു, പിന്നെ സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു. സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ ആവട്ടെ, ഓക്കെ, ഇവിടെ ഡിഡ് എന്നതിന് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബും ആഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ് ഇൻ ഓർഡർ ടു ഗെറ്റ് yes or no questions ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഉദാഹരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഡിഡ് ഹി ബൈ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ. അവൻ ഇന്നലെ മൊബൈൽ ഫോൺ വാങ്ങിയോ? അപ്പോൾ ഈ ഫോർമുല ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നോക്കൂ, ഡിഡ് എന്നത് ആഡ് ചെയ്തു, പിന്നെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി എന്നുള്ളത് ആഡ് ചെയ്തു, പിന്നെ വെർബ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആയിട്ടുള്ള ബൈ എന്നത് ആഡ് ചെയ്തു. ബാക്കിയൊക്കെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത സെന്റൻസുകളാണ്. ഡിഡ് ഹി ബൈ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ? ഡിഡ് ഷി റൈറ്റ് എ ലെറ്റർ ദിസ് മോർണിംഗ്? അവൾ ഇന്ന് രാവിലെ ഒരു കത്ത് എഴുതിയോ? ദാറ്റ്സ് ഇറ്റ്. വി ഗോട്ട് yes or no question sentences using this formula. Okay then next we are moving into the fourth session of simple past tense, which is WH questions. We are going to come to know how to make and how to create this WH questions, which is quite easy and piece of cake for us. See, add any WH question word into yes or no questions. ഇതിന്റെ തൊട്ട് മുമ്പ് yes or no questions ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിന്റെ ഫോർമുല എന്താണെന്നൊക്കെയാണ് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ yes or no questionസിലേക്ക് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള WH ക്വസ്റ്റ്യൻ വേർഡ് അത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ WH ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭിക്കുന്നു. നോക്കൂ അതിന്റെ ഉദാഹരണങ്ങൾ. അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് പറയാം. നോക്കൂ, ഈ ഡിഡ് ഹി ബൈ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ? ഡിഡ് ഹി ബൈ മൊബൈൽ ഫോൺ യെസ്റ്റർഡേ? ഈ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഉണ്ടല്ലോ, ആ ഹോൾ സെന്റൻസ് ആണ് yes or no question സെന്റൻസ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞ കാര്യം
add any WH question word into yes or no question sentence. ഈ yes or no question sentenceന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു WH question, suitable ആയിട്ടുള്ള WH question word ആഡ് ചെയ്യുമ്പോൾ നമുക്ക് WH question sentence കിട്ടുന്നു. നോക്കൂ, what did he buy മൊബൈൽ ഫോൺ yesterday? അവൻ എവിടെ നിന്നാണ് മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുള്ളത് ഇന്നലെ? ഓക്കെ, ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. രണ്ടാമത്തെ ഉദാഹരണം നോക്കുമ്പോൾ ഡിഡ് ഷീ റൈറ്റ് ദ ലെറ്റർ ദിസ് മോർണിംഗ്? ഡിഡ് ഷീ റൈറ്റ് ദ ലെറ്റർ ദിസ് മോർണിംഗ്? അവൾ ഇന്നൊരു കത്ത് എഴുതിയോ എന്നുള്ളതാണ് ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ആഡ് എനി WH ക്വസ്റ്റ്യൻ വേർഡ് ഇൻ ടു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസിന്റെ മുമ്പിലേക്ക് വൈ എന്നുള്ള WH ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? WH ക്വസ്റ്റ്യൻ സെന്റൻസ് കിട്ടി. That's it. This is how we are making WH question as usual, as I told and as we discussed just before. Okay, this is how we are making WH question sentences from yes or no question sentences. I hope you have understood these explanations and quick and brief explanation. If you have any questions or queries regarding this explanation, let me know in the comment box. Okay, we discussed 4 types of sentences. I hope you have understood. Okay, that's it for today's video. I can't wait to see you in the next video. Till then, take care, my friends. Bye bye.